ഉണർന്നു വരുന്ന കഥാപാത്രങ്ങൾ ബാച്ചിലേഴ്സ് ലൈഫ് ശരിക്കും ആസ്വദിക്കുന്ന 5 യുവാക്കൾ വലിയ പ്രതീക്ഷയുമായി അവർ പുതിയ രാജ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിന്റെ ആകാംക്ഷ അവരുടെ മുഖത്ത് പ്രതിഫലിച്ചു കാണാം. എന്റെ ജോലിക്കൂടാ കൊറേ നേരമായി. ഇന്ന് വല്ലതും തിന്നാൻ ഉണ്ടാക്കണ്ടോ? സമയം കൊറേ ആയേ. ഇന്ന് നിന്റെ കുക്കിംഗ് ഡ്യൂട്ടി. ഞാൻ ഇന്നലെ വന്ന് കിടന്നപ്പോ ഇന്നലെ ഇന്ന് നേരെ നീ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയാം. ഇന്ന് നീ ചെലവ് ചെയ്തില്ലെങ്കിൽ അളിയാ. ഇന്ന് ബർഗർ കിങ്ങിന് എല്ലാവർക്കും ബർഗർ നിന്റെ വക. എനിക്ക് 2 ഉണ്ട മേടിച്ചാടാ. പോയി കിടന്നു. എനിക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ. ഞാൻ കാണിച്ചാൽ അളിയാ. വാ നീ കുറെ കാണിക്കും. കാലത്തന്നെ ഒരു ദിവസം അലക്ക് വെച്ചിട്ട് എന്റെ സെറ്റപ്പ് എനിക്കറിയത്തില്ല. എനിക്കിന്ന് വൈകിട്ട് ക്ലബിലുണ്ടല്ലോ ചെറിയ ജാങ്കോ പരിപാടിക്ക് പോകണുണ്ട്. ഈ അമ്പിക്കലുമ്പോ വെടിമരുന്നൊക്കെ തലയിൽ കൂടിയത് ഏത് ജാങ്കോ ചിങ്കോക്ക് പോകാനാണ്? ഞാൻ ക്ലബിൽ പോയി 4 മാതാമ കൂടാണ്. നിനക്ക് അസൂയ അല്ല? എനിക്ക് അറിയാൻ പറ്റുന്നിരിക്കോ കൂടെ നിനക്ക് മതാമിനെ എപ്പോ കിട്ടൂടാ. പിന്നെ ജോലി എന്റെ പ്രമോദൻ എന്നാ രാവിലെ കട്ട പണിയായിരുന്നു. എന്റെ നടുവിന്റെ ഇടപാട് കണ്ടു. എന്റെ നടുവിന്റെ അറിയാലോ വല്ല ചുറ്റേക്ക് അടിച്ചോ ആരെങ്കിലും? പൊന്നോ വന്ന് കേറിയില്ല. അപ്പളേക്ക് നമ്മുടെ കടലിൽ കയറി. തുമ്പ തമാശ തമാശ പറഞ്ഞില്ല. രാവിലെ കൂടെ പെട്ടിക്കുത്തി വല്ല പെണ്ണും കാണാൻ പോകണം. എനിക്കുണ്ട് രാവിലെ തന്നെ ചില ജാങ്ക പരിപാടിയൊക്കെ. ദൈവമേ, പെരുമ്പാമ്പ് ചീന മണമുള്ള ഷർട്ടും പാലുള്ള മനുഷ്യനാണ്. ഇപ്പൊ പുതിയ ഷർട്ടും പാനെ കിട്ടും. രാവിലെ നിനക്ക് ലോട്ടറി അടിച്ചോ? ഇതുണ്ടോ ഈ സാധനം? ഇതെന്നാളിയാ ഇതും വെച്ചോണ്ട് ചെരുപ്പൂത്താനും പോകണം. ബായിന്റെ തിരികെ എനിക്കറിയാവോ? ഇതാണ് ഹസ്തരേഖാ ശാസ്ത്രം. ഇതാണ് ഹസ്തരേഖാ ശാസ്ത്രം. അതുകൊണ്ട് നീ എല്ലാ കോപ്പിയാ പോവാ. ഇവിടെ സായിപ്പിനും മാമിക്കും ഇതറിയത്തില്ല. എനിക്കും വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. പക്ഷെ ഇതൊക്കെ വെച്ച് ഞാനിവിടെ ചില കളികൾ കളിക്കാൻ പോവാ. നിനക്കല്ല ഇംഗ്ലീഷ് അറിയാവോ ഇവരോടൊക്കെ സംസാരിക്കാൻ? ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. പക്ഷെ വല്ല പൊട്ടും പൊടിയൊക്കെ പറഞ്ഞ് സായിപ്പിനെ മാതാമനെ കളിപ്പിച്ച് 4 കാശിനൊക്കെ പരിപാടിയാണ് പോലെ. പല കാശിട്ടാണ് അപ്പൊ ഒരു കാര്യം ചെയ്യേ, ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ സെറ്റായിട്ട് ഇരിക്കേ. വൈകിട്ട് നമുക്കൊന്ന് കൂടണം. അത് കാര്യം സെറ്റപ്പ് ആക്കണം. സമയം ഞാൻ പോട്ടെ. റൂമില് എന്റെ വല്ലോ നിങ്ങളെല്ലാം പറഞ്ഞല്ലാവേ. അതെ രായപ്പനെ പോയി 4 കാശുണ്ടാവണം. നിനക്ക് എന്നാൽ എത്രയൊക്കെ കുശിപ്പാണോ? എന്റെ പൊന്ന് ജിക്കോ, തമാശ പോലെ തമാശ ഇടണം. ഞാനൊരു തമാശ പറഞ്ഞുള്ളൂ. ആ കാര്യം എടുത്തു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതാ നമ്മുടെ രാജിപ്പല്ലേ വന്നെ. രാജിപ്പ നിനക്ക് നിന്റെ മുഖത്തിന്റെ കടന്നിൽ മതിയോ? നിന്റെ മുഖത്ത് കണ്ടിരിക്കണം. എന്തായപ്പോ ഇതായിട്ടൊരു സന്തോഷത്തിൽ കണ്ടിരിക്കുന്നത്. സെറ്റാക്കുന്നു. എന്റെ കൈയും കാര്യം ആകെ സാധനം പെട്ടെന്ന് സെറ്റാകും. രാജപ്പോ സംഭവം റെഡിയാ. വാ വാ ഇരിക്ക. രാജപ്പ നിനക്ക് എന്താ പറ്റിയ? നിന്റെ മോൻ എന്താ വല്ലാണ്ടിരിക്കണേ? എന്റെ പൊന്നളിയന്മാരെ എല്ലാ ആഴ്ചയും പോലെ ഇന്ന് കുപ്പി എടുത്തോ? എന്റെ പൊന്ന ജോലിക്കൂട്ടാ. നീ എന്താ ഇന്ത്യൻസ് കൊലഞ്ഞപ്പോലിരിക്കണേ? ഞാൻ വന്നപ്പോ ഇതാണ് ചോദിച്ചത്. എനിക്ക് ഇവന്റെ മോൻ വന്നപ്പോ ഇങ്ങനെ ഇരിക്കണം. രാജപ്പ നീ മുഖത്ത് കാര്യം നീ പറ. അല്ലേ കാര്യം പരിപാടിണ്ടാക്കാം. ഒഴിക്കള ഞാൻ പറയാതെ എല്ലാം ഞാൻ പറയാം. ഓരോ അടിച്ചത് നമുക്ക് അടിക്കാം. ഞാനിവിടെ രാവിലെ ഇറങ്ങിയിട്ട് കൈ നോക്കാനായിട്ട്
ഈ ഡെമോ സ്ട്രീറ്റ് നടന്നിട്ട് ആ ക്ലോക്ക് ടവറാണ് വരിക. നമ്മുടെ 55 ഫ്രണ്ടില്. അതെ, അവിടെ എത്തിയിട്ട് ഞാൻ ആ ക്ലോക്ക് ടവറുള്ള അവിടെ ചുറ്റിപ്പോയി നിൽക്കുകയായിരുന്നു. 10-15 മിനിറ്റ് നിന്നാണ്. ഇത് പ്രത്യേകിച്ച് കസ്റ്റമേഴ്സ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാണ് എന്റെ പൊന്നു എന്തോ മതാമൻ ഒട്ടും മുന്നിൽ തന്നെ നിൽക്കുക. മതാമ കളിച്ചു. ഞാനിപ്പോ വല്ല നടന്നോ? ഞാൻ മതാമയുടെ എനിക്ക് കൈ നോക്കിയോളൂ. മതാമോനെ കൈ നോക്കിക്കോളെ. അങ്ങനെ ഞാൻ മെല്ലെ കൈയൊക്കെ നോക്കി ചില ഭാവി വർത്താനൊക്കെ പറഞ്ഞ നിങ്ങൾ സെറ്റപ്പായിരിക്കും. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ആ സെറ്റപ്പിൽ അങ്ങ് പോയി. എനിക്ക് ഒട്ടും പുറകെ വന്ന് നിൽക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്ന മതാമയുടെ കൃത്യോനാണോ എന്നൊരു സംശയമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം ഒരു ഇടിയും മിന്നലും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നൊന്നും ഓർമ്മയില്ല. ഞാനിവിടെ എങ്ങനെ എത്തിയെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാനിപ്പം നിന്റെ ഇടിയും മിന്നലൊക്കെ മാറ്റി വെക്കും. ഈ പട്ടിക്കൂറ ഈ ഡ്രിങ്ക് ഏത് റബ്ബിഷ് ബാഗിന്ന് ബുക്കിയതാ? എന്താ പേപ്പട്ടിങ്ങിൽ ആവട്ടല്ല ഓടി കളിയാ. സാധനം കൃത്യമായിട്ട് സാധനം തന്നെ കേട്ടോ. അത് പറയാനില്ല. എന്താ എന്റെ അല്ല എന്തൊക്കെ ആയാലും നിന്റെ വിഷമത്തിൽ ഈ റൂമിലുള്ള എല്ലാവരും അത് ഉറപ്പാണ്. അല്ല ഇപ്പൊ ശസ്ത്രേഖ എന്തായാലും പൊട്ടി. ഇനിയിപ്പോ നാളെ തൊട്ട് എന്താ അടുത്തൂടായിപ്പ്? എന്റെ പൊന്ന് ജോണിക്കൊട്ട രാജപ്പൻ അട്ടയുടെ കണ്ണ് കണ്ടോണാ. രാജപ്പൻ പക്ഷിശാസ്ത്രം അസ്ത്രേശാസ്ത്രം മാറ്റിയാണ്ടോ പക്ഷിശാസ്ത്രം തുടങ്ങും. രാജപ്പ ഈ പക്ഷിശാസ്ത്രത്തിന് തത്തനെ എവിടുന്ന് കിട്ടൂടാ? അവര് സത്യം കീരിനെയും പിടിച്ചത് മാതാവിനെ പറ്റിക്കാൻ വീണ്ടും ഇറങ്ങും. അടികൊണ്ടു വരാതെ റൂമിൽ നിങ്ങളുടെ കളിയൊക്കെ ഒക്കെ മതി. നാളെ മുതൽ ഞാൻ ഒരു പുതിയ സെറ്റപ്പ് ഇറങ്ങാൻ പോവാ. ഞാൻ കാണിച്ചു തരാം കാശ് ഉണ്ടാക്കുന്നത്. ഹായ് ഗായ്സ്, ഐ ആം ഗോയിങ് ടു ദ ക്ലബ്. ഹായ് ജിക്കോ, കഴിഞ്ഞ ആഴ്ച നീ മാതാമയുടെ അടി മേടിച്ചു. ഈ ആഴ്ച നീ പെടലിൽ വിളിക്കുന്നു വരരുത്. നോ വറി, ബൈ. I'm going to enjoy. Bye bye. Cheers. See you later. എന്തെല്ലാം ഇനി കാണാനും കേൾക്കാനും കിടക്കുന്നു. എന്റെ അളിയന്മാരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പന്നിമരത്തിലും ഈ ലേലങ്ങളില്ലാതെ ഒരു പരിപാടിയില്ല. രാവിലെ ഒരു പള്ളി പോകാൻ നോക്കണേ. നമുക്ക് എന്ത് വേറെ പരിപാടി ഈ കൂടനെ കിട്ടി? ഇവിടെ വന്നതിന് മുമ്പ് എന്തൊക്കെയാന്നറിയാ? പിയാറ് 2 ലക്ഷം രൂപ, മലപ്പുറം കത്തി, മിഷിയും കണ്ണ്, അങ്ങനെ പവനായും അത് പിന്നെ ഇവിടെ ഉള്ളവന്മാര് പണി ആരാവുന്നവർക്കല്ലാതെ ചുമ്മാ ഇരിക്കുന്നവർക്ക് ഒരു പണിയും കൊടുക്കുവാണ്. അത് പോയിട്ടോ. ഇങ്ങനെ പോയാൽ ഞാൻ വല്ല മോഷണം തുടങ്ങും. ഇതല്ലാതെ എനിക്ക് വേറെ വഴിയൊന്നും കാണുന്നില്ല. രാജപ്പ, മോഷണം നിന്റെ കുലത്തോടിലായാറുണ്ടോ? നിന്റെ കാലത്തിൽ ഒരു പുത്തോടും ഉണ്ടാവില്ല. എന്റെ പൊന്നളിയന്മാരെ, അറിയാ നീ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്റെ പൊന്നളിയന്മാരെ, ഇനി പോലീസുകാരാണ് പോയി കിടന്ന് പോലീസുകാർ ഇടുകളെ ഞാനില്ല. ഇതിലിപ്പോ ഞാൻ ജയിലെങ്ങാനും പോയി കിടക്കുന്നുണ്ടോ? അവിടെയാണ് പറയുന്നത് കഴിക്കാനെങ്കിലും കിട്ടുമല്ലോ. ഈ കണക്കിന് പോയാ നമ്മുടെ പണി പാളും മക്കളെ, പണി പാളും. പറഞ്ഞിട്ട് കാര്യ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ ഒരു റെസ്റ്റോറന്റിൽ പോയില്ല. അവിടെ മലയാളിയായിരുന്നു സൂപ്പർവൈസർ. എവിടെ? കാരിന്റെ സ്ട്രീറ്റില്. അതായിട്ട് പണി കിട്ടുന്നൊക്കെ പറയും. അവിടെ ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ആഴ്ച വിളിച്ചു പറയാ, ഇല്ല അത് അവിടെ ഹിന്ദിക്കാരെടുക്കളെ മലയാളികളെ. മലയാളി സൂപ്പർവൈസർ. ആ പണി റെഡി ആയിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യാ, മലയാളികൾ തന്നെയാ നമുക്ക് ഇട്ട വരാം. പിന്നെ നമുക്ക് അതിന് പണി കിട്ടാൻ വിരിച്ചിട്ടില്ല. അതത്രേ ഉള്ളു. അതൊക്കെ പോട്ടെ, നമുക്ക് വൈകിട്ട് അരി മേടിക്കാനുള്ള മാർഗം കണ്ടുപിടിക്കാം എങ്ങനെയെങ്കിലും. എടാ കഴിഞ്ഞ ഞാൻ പാക്കാൻസി വെച്ചിട്ടുണ്ടല്ലോ. ഒരു പഞ്ചാബി ഗുൽബന്ദർ സിംഗ് ഇവിടെ ഫിനാൻസ് കമ്പനി നടന്നതാ പറഞ്ഞേക്കുന്നേ. ഫിനാൻസ് സമയം പലിശയും കിട്ടുകയാ. ഇതേതാണ് അങ്ങനെയൊക്കെ പോലുള്ള സെറ്റപ്പാണ്. അതായത് രാവിലെ നമ്മൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ കൂടി മറിച്ചിട്ട് വൈകുന്നേരം നമുക്ക് പലിശ അടക്കം തരും. അപ്പൊ പറഞ്ഞ പോലെ പുള്ളി ഇങ്ങോട്ട് വൈകിട്ട് കൊണ്ട് വരാനാ പറഞ്ഞേക്കുന്നേ. ചിലപ്പോൾ പുള്ളി ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. നല്ല സ്കീമാണെന്നാ തോന്നുന്നത്. ഗുൽബന്ദർ സിംഗ്. अरे भैया पैसा क्या भाई? ठीक है, कैसा है? बैठो बैठो. ठीक है बस. ये मेरा दोस्त गुलबंदर सिंह. हाय गाइस, मेरा नाम गुलबंदर सिंह है. मैं न्यूप्लम का एक फिनांसर हूँ. आप लोगों को हिंदी पूरा मालूम है?
If you don't know Hindi, I can speak you English. എന്റെ പൊന്ന സിംഗണ്ണ, നിങ്ങൾ ഏത് ഭാഷയിൽ സംസാരിക്കും, നമുക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലായാൽ മതി. I think you guys got angry, dude. If you don't mind, I'll explain in English. So you don't have any skill, can you please explain to us? തലക്കെട്ടിടെ കശ്മീരിൽ പറയുന്ന കൊടുക്കുന്ന കാശിന് എന്തെങ്കിലും പലിശ ഉണ്ടോ ചോദിക്കളിയാ. പുള്ളി കാര്യം വിവരിക്കട്ടെ, കാര്യം നോക്കാലോ പുള്ളി എന്നെ പറയുന്നത്. If you guys give me $50 in the morning, ഓക്കെ, in the evening I'll give you $650. It means $150 interest. Are you guys agree with that? വലിയ കുഴപ്പമില്ലാത്ത സ്കീമാണ് സംഭവം. എല്ലാവർക്കും സംഭവമല്ലേ? എനിക്ക് സമ്മതമല്ലേ? സംഭവമല്ലേ? അപ്പൊ ദേ ഞാൻ പോകുന്നു. ഞാനൊരു 100 ഇട്ടു. 400 ഇട്ട്. ഓക്കെ, $500. Thank you so much, Ragapan. Yes. Okay, see you guys. Okay, see you, bhaiya. See you in the evening. Okay, bhaiya. See you guys. Bye bye. Okay, bye. Cheers. കണ്ടിടത്തോളം സിംഗർ ആള് പക്ക ഡീസന്റ് ആണെന്ന് തോന്നുന്നു. ഏതായാലും വൈകുന്നേരം വേണം നോക്കിക്കാലോ, പുള്ളി വരുമല്ലോ. നോക്കാം. അങ്ങനെ സമയം സന്ധ്യയായി, ഏകദേശം 6 മണി. എല്ലാവരും മ്യൂസിക്കിൽ വരാനായി കാത്തിരിക്കുകയാണ്. സിംഗണ്ണ വൈകുന്നേരം 6 മണി കഴിഞ്ഞോളാം, എത്തിയിട്ടില്ലല്ലോ. സിംഗണ്ണ വന്നിട്ടുണ്ടോ ബ്രാൻഡിക്കടെ പോയി ഫുൾ എടുക്കാൻ വേണ്ടി. എന്റെ പൊന്നളെ, നിനക്ക് ഈ ബ്രാൻഡ് മേടിക്കും വിചാരിച്ചു വൈകിട്ട് അരിക്കൊന്ന് മാർഗം നോക്കളിയാ. ഏതായാലും വെയിറ്റ് ചെയ്ത് പുള്ളി വരുമല്ലോ, നമുക്ക് നോക്കാലോ. ഒരു കാര്യം ചെയ്യാം അളിയാ, പ്രമോദ ആ TV ഓൺ ചെയ്ത് വല്ല Good evening. I'm Indian financer. My name of Gulbadar Singh, caught by police in New Plymouth for cheating people around. അളിയ, ഇത് നമ്മുടെ ഗുൽബന്ദർ സിംഗ് അല്ലേ? പണി പാളി അളിയ. ആള് ശരിക്കും ആളെ പറ്റില്ല, പൈസ കിട്ടിയിരിക്കുന്നു നമ്മള്. പോയി അളിയ, പോയി. എന്റെ പൊന്ന് ജിക്കോ, നീ കണ്ണൊന്നും കാര്യമില്ല, പൈസ പോയി വെച്ചിട്ട് കാര്യമില്ല. ഈ മണ്ടൻ രാജപ്പക്കാരനായി പണം